പോസിറ്റീവ്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും വലുതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അത് ഫാമിലി എൻ്റർടൈനറാണ്. അതുപോലെ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം. നമ്മൾ ഫാമിലി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് പിള്ളേർക്കായാലും ഫാമിലിക്കൊക്കെ ആയാലും കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. നിങ്ങൾ എന്തായാലും കാണണം. ദിലീപേട്ടൻ്റെ ഗ്രേറ്റ് കംബാക്ക് എന്ന് വേണം പറയാൻ. ചെറിയൊരു കംബാക്ക് അല്ല, നല്ലൊരു തിരിച്ചുവരവാണ് ദിലീപേട്ടൻ നടത്തിയിരിക്കുന്നത്. ഇറ്റ്സ് അമേസിങ്. കോമഡി ഒക്കെ ഉണ്ട്. ദിലീപേട്ടൻ തിരിച്ചുവരവാണോ? സെന്റിമെന്റ്സ് ഉണ്ട്. നല്ല അഭിനയമായിരുന്നു. ഫുള്ള് നല്ല കോമഡി ആയിരുന്നു. നല്ല ചിരിക്കാനുണ്ട്. ഫാമിലി പടം. ആ, നമുക്കത് പറയാം. പുള്ളിയുടെ ഈ അടുത്തിറങ്ങിയ ഏറ്റവും നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഗംഭീരമായിട്ടുണ്ട്. കോമഡി ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, എല്ലാ ഏരിയ അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. പടം നന്നായിട്ടുണ്ട്. നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള മൂവികളാണ്. നല്ല ആദ്യമൊക്കെ നല്ല സന്തോഷം, ലാസ്റ്റ് വന്നിട്ട് സങ്കടം. നല്ല മൂവിയാണ്. കുറേ നാളിന് ശേഷം വന്നതിൽ ഏറ്റവും നല്ലൊരു മൂവിയാണ്. ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അടിപൊളിയാണ്. പിന്നെ പഴയ ദിലീപായിട്ട് നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്നൊരു ഇതാണ്. അതൊക്കെ തിരിച്ചു വന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഭയങ്കര കുറേ ചിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഈ ഓണത്തിനും വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഓ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരെയും കൊണ്ടുവരാം തിയേറ്ററിലേക്ക്. അടിപൊളിയാണ്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ പുള്ളി ഒട്ടും പിറകോട്ട് പോയുള്ളത് ഈ പടത്തിലൂടെ മനസ്സിലാവും. പിന്നെ കോമഡി ഒരുമാതിരി. പിന്നെ ജോണി ആന്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നല്ല രസമാണ്. എന്തായാലും പടം കണ്ടിരിക്കാനുള്ള ഒരു പടമുണ്ട്. പ്രേക്ഷകരുടെ കയ്യടി കണ്ടപ്പോൾ തോന്നി. അതന്നെ ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ പ്രേക്ഷകരുടെ കയ്യടി കണ്ടപ്പോൾ അങ്ങനെയുള്ള ദിലീപേട്ടൻ്റെ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു കോമഡി ആയിട്ട് ദിലീപേട്ടൻ ചെയ്യുന്നത്. അപ്പം അത് മൊത്തത്തിൽ വർക്കായിട്ടുണ്ട് തന്നെയാണ്. ഉറപ്പായിട്ടും ദിലീപേട്ടൻ്റെ പഴയ കാലത്തെ ആ മൂവീസൊക്കെ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഡോഗ് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നല്ല എൻ്റർടൈനറാണ്. ഇമോഷണലായി തോന്നുന്നുണ്ടല്ലോ. സത്യം. ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വിനീത്, ഡയറക്ടർ. അവൻ്റെ ഒരു നല്ല മൂവി ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരെയും ഒന്നിച്ച് പറയാനില്ല. സങ്കടപ്പെട്ടോ എവിടെയെങ്കിലും? ചെറിയ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഭയങ്കര ചില്ലായിട്ടാണ് നമ്മള്. വളരെ സന്തോഷം. നിങ്ങളാണ് പറയുന്നത്. പിന്നെ പാട്ടുണ്ട്, സെന്റിമെന്റ്സിന്റെ ആക്ഷനും ഉണ്ട്. അപ്പോൾ ധൈര്യം വന്ന് കാണാം. എല്ലാവരും ചെയ്യുന്നത് ആ വർക്കൗട്ടായിരുന്നു നമുക്ക്. കാരണം നമ്മൾ ദിലീപിനെ ഒരുപാട് കോമഡി സീനിൽ നമുക്ക് പടത്തിൻ്റെ പേരാണ് ഒരുപാട് പറയാനുണ്ട്, എണ്ണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ദിലീപ് എന്ന നടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിനീത് കുമാർ എന്ന ഡയറക്ടർ. പക്ഷെ എനിക്ക് അമ്മച്ചിനെയാണ് ഇഷ്ടപ്പെട്ടത്. അമ്മച്ചിയാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പറാണ്. അവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ എപ്പോഴും നല്ല സൂപ്പർ. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. കുടുംബമായിട്ട് കുട്ടികളൊത്തു പോയി കാണാൻ പറ്റുന്ന പടമാണ്. ചിരിക്കാം, കരയാം, നമുക്ക് പറ്റുന്ന എല്ലാ സാധനങ്ങളും. പടം കുഴപ്പമില്ല. കോമഡി എൻ്റർടൈനർ രസമാണ്. സത്യനാഥൻ കഴിഞ്ഞ പുള്ളി ഇപ്പം കോമഡി ചെയ്യുന്ന ഇപ്പോഴല്ലേ. നല്ല പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ ഒരു വർക്കൗട്ടായിട്ടുണ്ട്.